ദേശീയ കായിക ഞാനിപ്പോൾ നിൽക്കുന്നത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് 100 മീറ്റർ ഇപ്പുറത്താണ്. പൊങ്കാല കലങ്ങളെല്ലാം വന്നു കഴിഞ്ഞിരിക്കുന്നു. അടുപ്പുകളെല്ലാം കൂട്ടിയിരിക്കണമെന്ന് തന്നെ പറയാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത്. നമ്മളിപ്പോൾ ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകുന്നത്. എല്ലാ അമ്മമാരും ഇരിക്കുന്നുണ്ട്, ചിലർ ആഹാരം കഴിക്കുന്നുണ്ട്. ഉലുമ്പ്, ചൂട്ട്, വിറവ് എല്ലാം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് തന്നെ പറയാം. തിരളിക്കാനുള്ള ഇല എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് ഭാഗത്ത് റോഡിന് ഇരുഭാഗത്തുമാണ് പൊങ്കാലിടുന്ന 10 ജനങ്ങളുടെ ഒരു നീണ്ട തിരക്ക് തന്നെ കാണുന്നുണ്ട്. കഞ്ഞിന് കണ്ടിൽ ജനം വർദ്ധിച്ചിട്ടുണ്ട് തന്നെ പറയാം. ഭയങ്കര ഒരു തിരക്കാണ് തമ്പാനൂരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങളാണ് നമ്മൾ നൽകുന്നത്. ലൈവാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. കല്ലുകളെല്ലാം കൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു, അവരെ ഇരിക്കുന്നുണ്ട്, ആഹാരം കഴിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. ഇന്ന് നേരം വെളുത്ത് നാളെ രാവിലെ തന്നെ പൊങ്കാൽ ആരംഭിക്കും എന്ന് തന്നെ നമുക്ക് പറയാം. അമ്മയെ വിളിച്ച ഏത് കാര്യവും നടക്കുമെന്നാണ് പറയുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, എറണാകുളം, വയനാട് പ്രദേശങ്ങളിൽ നിന്നുള്ള 10 ജനങ്ങളെല്ലാം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് പൊങ്കാല. ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നും, കേരളം, തമിഴ്നാട്, ആന്ധ്ര എല്ലാ ഭാഗത്തു നിന്നും ജനങ്ങളെത്തി. അതുപോലെ വിദേശികൾ പൊങ്കാലയ്ക്ക് എത്തിയെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മളും നൽകുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ ഇനി പോകാൻ സാധിക്കുന്നുണ്ട്. പൊങ്കാല കലങ്ങളെല്ലാം ആയി, അടുപ്പുകളെല്ലാം കൂട്ടിക്കുന്ന ലൈവാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകുന്നത്. എൻ്റെ വാർത്ത അവരെല്ലാം അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ രാത്രി കഴിഞ്ഞ് നേരം വെളുക്കുന്നതോടെ തന്നെ 9:45 തന്നെ പൊങ്കാല ആരംഭിക്കുമെന്നേരം 10 ജനങ്ങളുടെ ഒരു നീണ്ട തിരക്ക് തന്നെ കാണുന്നുണ്ട്. വെയിലിനെ വകവയ്ക്കാതെ തന്നെ സ്ത്രീകൾ പൊങ്കാല ഇടാൻ എത്തിയെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ തന്നെ പോകാൻ നമ്മൾ തമ്പാനൂരിലുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. പച്ച, ചുവപ്പ്, മഞ്ഞ, നീല ലൈറ്റുകളെല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. റോഡിൻ്റെ ഇരുഭാഗത്തും തന്നെ 2 ഭാഗത്തും പൊങ്കാലയിടാൻ ജനങ്ങളെല്ലാം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ 100 മീറ്റർ അകലെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുപോലെ ആ ഭാഗത്ത് ഗാനമേള ഇപ്പോൾ നടക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. ലൈവാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെല്ലാം ആ പൊങ്കാലയ്ക്ക് എത്തിക്കഴിഞ്ഞ് അമ്മമാരെല്ലാം അങ്ങനെ ഇരിക്കുന്നുണ്ട്. അടുത്തിൻ്റെ ആ ഭാഗത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി കഴിഞ്ഞ് നേരം വിളിക്കുന്നതോട് 9:30 കഴിയുമ്പോൾ തന്നെ പൊങ്കാല ആരംഭിക്കും. ഒരു രാത്രി പകലാവാൻ വേണ്ടി കാത്ത് ജനങ്ങൾ ഇരിക്കുന്നുണ്ട്. രാവിലെ നല്ല കാലാവസ്ഥയായിരുന്നു, മങ്ങിക്കിടന്നു, മഴ തൂക്കിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. അതിനുശേഷം വൈകുന്നേരം ഇപ്പോൾ അപ്പുറത്തെ ഗാനമേളയും ഈ റോഡിൻ്റെ ഇരുഭാഗത്തും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. കാലം പാട് അയ്യപ്പൻ സാരം പാട് ശിവനിക്ക് നീ ആട്ടം പാട് ശിവയെന്ന പാട്ട് പാട് ശിവയെന്ന ആട്ടം പാട് പാത്രെ പള്ളിക മാറും
പത്തനംതിട്ട ഒഴുകി എത്താൻ തുടങ്ങിയെന്ന് തന്നെ പറയാം. രണ്ട് ഭാഗത്തും ജനങ്ങളെ കൊണ്ട് കുറഞ്ഞു കവിഞ്ഞെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങളാണ് നമ്മൾ നൽകുന്നത്. ഇന്ന് രാത്രി കഴിഞ്ഞ് നേരം വിളിക്കുന്നതോടെ തന്നെ പൊങ്കാല ആരംഭിക്കും. ഭക്തജനങ്ങളുടെ വെയിലിന്റെ വകവയ്ക്കാതെ സ്ത്രീകളെല്ലാം എത്തിക്കഴിഞ്ഞത് രാവിലെ പൊങ്കാലയ്ക്ക് എത്തുമെന്നതിന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങളാണ് നമ്മളിപ്പോൾ ലൈവാണ് പ്രേക്ഷകരുടെ മുന്നിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലയെ.